യെസ്, അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. ഉല്ലാസേട്ടാ, ഞാൻ ഒരു സത്യസന്ധമായ അഭിപ്രായം പറയട്ടെ. ഉല്ലാസേട്ട ടീഷർട്ടാണ് നല്ലത്. കുറച്ചും കൂടെ സ്മാർട്ട് ആൻഡ് യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ശീലമാക്കി കൂടെ. ഞാനതങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. പിന്നെ പെൺപിള്ളേരൊക്കെ പുകഴ്ത്തുമ്പോൾ ഇനി വേണമെങ്കിൽ ആവാം. ഇനി എങ്ങനെ ആവാം? മിനിച്ചേട്ടനെ ഇന്ന് ഞാൻ തൽക്കാലം വെറുതെ വിട്ടിരിക്കുന്നു, പുകഴ്ത്തുന്നില്ല. നാളെ ഞാൻ ടീഷർട്ട് ഓ ആയിക്കോട്ടെ, പറഞ്ഞാൽ മതി. ഈ മേലെ ആവർത്തിക്കരുത്. നാളെ മിനിച്ചേട്ടൻ ടീഷർട്ട് ഇട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ശരി, നമ്മൾ ഇന്നത്തെ കലാപരിപാടി തുടങ്ങുകയാണ്. നിങ്ങളുടെ പൂക്കടയിൽ നിങ്ങൾക്ക് പോയിരുന്ന് കച്ചവടം തുടങ്ങാവുന്നതാണ്. പൂക്കടയിലെ മുമ്പ് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടില് ഞാൻ പ്രോഗ്രാമിന്റെ തിരക്ക് കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരു ചേട്ടൻ, ഞങ്ങളുടെ അടിമാലിയിലെ ഒരു പഴയ കലാകാരനാണ്. അവര് വന്നിട്ട് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കാനുള്ള ഒരു അവസരം നിനക്ക് കിട്ടിയല്ലോ, അതിലൊരു സന്തോഷം. രണ്ട്, നിങ്ങളാ ചെയ്യുന്ന പ്രോഗ്രാം ഒരു വലിയ ഒരു പ്രോഗ്രാമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അന്നത്തെ കാലത്ത് ചാനലൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആരും അറിയപ്പെടുന്നില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഇതേപോലുള്ള സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള കഴിവ് ഉള്ളിലുള്ള കലാകാരന്മാർ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വളരെ സഹായകമായി എന്നുകൂടി പറഞ്ഞു. അത് ഞാനിവിടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള നല്ല കമൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്കെങ്കിലും അത് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമായി മാറുകയാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പരിസരത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലും ഇതുപോലുള്ള കലാകാരന്മാർ വളരെ വ്യത്യസ്തമായ കഴിവുകളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അമൃത ടി വിയുമായി ബന്ധപ്പെടാവുന്നതാണ്. കോമഡി മസാലയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 8111802161. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ ഇന്നത്തെ എപ്പിസോഡ്? ഓക്കെ. ടീം കിങ് ജോക്കേഴ്സ് ആണ് നല്ലൊരു സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നാടിനരമ്പ് വലിഞ്ഞു മുറുകണം, പേശികളാകെ ഉരുണ്ടുകയറും. തളർന്നു കിടന്നാലും ആസ്വാദത്തിനൊരു മരുന്നുമില്ല അല്ലേ? അതുകൊണ്ട് എന്നോട് കുഴമ്പെടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞേ, പ്രയോഗിക്കാൻ പറഞ്ഞോ ഞാൻ? അതെ, ഞാൻ എന്നും ഇങ്ങനെ കുഴമ്പെടുത്തോണ്ട് നടന്നാ മതിയോ? എനിക്കൊന്ന് പഠിക്കണ്ടേ? എടീ, ഇത് മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച കേസാണ്, അതറിയാവോ? മൊത്തം നാരായണക്കല്ല് പിടിച്ചു കിടക്കുക. അയാളുടെ ചെറുവരലിന് ഒരു ചെറിയ ഉളുക്കം കൊണ്ട് വന്നതാണ്. ഇങ്ങേര് തിരുമ്മി തിരുമ്മി ഇപ്പൊ നടുവരം തളർത്തി. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തിരുമ്മി എഴുതാപ്പിക്കാന്ന് വിചാരിച്ചപ്പം നീ പണിതോണ്ടിരിക്കണ വീടിന്റെ പണി തീർന്നോ? അത് തീരണം. ഇവനെ ഇന്ന് കാശ് പിടുങ്ങണ്ട, ചുമ്മാ പറ്റുമോ? ഇവനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ അങ്ങനെ ഓക്കെ ആകും. അല്ലേ, കാലേ മുഴുവൻ ആണിയാ. നീ നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവനെ തിരുമണ സമയത്ത് എൻ്റെ ഈ ആണിയുള്ള കാലൊന്ന് തിരുമിത്ത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യേ, അതിന് കുഴമ്പിട്ട് തിരുമല്ല വേണ്ട, നല്ല ഒന്നാന്തര പ്രൈമർ അടിക്കണം. പ്രൈമർ എന്തിനാ അടിക്കണേ? മഴക്കാലം അല്ലേ വരുന്ന, കാലയിലെ ആണിയെല്ലാം അത് കൊള്ളാം. അത് പോട്ടെ, തുളസി അടിച്ചോ? എടുക്കാം. കുറുന്തോട്ടിയോ? എടുക്കാവന്ന്. തിപ്പല് വേണ്ടേ? നിന്റെ തിപ്പല്ലെന്ന് പറയോ? 3 പല്ല് വന്നെ മുഖത്തടിച്ചപ്പോ ഞാൻ ചത്തുപോനെ. എടി, തിപ്പല്ലി അല്ല വേണ്ടത്. ആടലോടക എടുക്കുന്ന കാര്യം എന്നോട് പറയരുത്. ആ കാട്ടിനകത്ത് കയറിയിട്ട് ആടലോടക ഏതാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 6 വർഷമായി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങി, ഇതുവരെയായിട്ട് ആടലോടക എന്നാന്ന് അറിയത്തില്ല.
അയ്യേ ഇങ്ങനെയുണ്ടോ കുട്ടികളോ? ആടലോടെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണ വിധം അറിയത്തില്ലേ? ശാസ്ത്രീയമായിട്ട് എന്തെല്ലാം പരിപാടികളുണ്ടോ? നമ്മളൊരു ആടിനെ കഴിച്ചു വിടുക. ആട് ആദ്യം പോയി കടിച്ചോണ്ട് വന്ന സാധനം ആടലോടകം. അത് മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്തൊക്കെയാ എടുത്തോണ്ട് വരേണ്ടത്? മുക്കുറ്റി, ആ തിരുതാലി, കാടും മടലും ഇത് എടുത്തോണ്ട് വരണം. എന്നാന്ന് മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. തരാം. തരരുത്, തരട്ടെ. തരരുത്, തരാന്ന്. തരരുത്. തരാന്ന്. ആണ്ട് ചേച്ചി തരാന്ന് പറയുന്നു. അത് വേറെയാ, ഇതല്ല. ചെവിട്ടത്തിന്റെ അടിയാ. നീ അകത്ത് പോയി അരയ്ക്കാൻ നോക്ക്. അല്ലേ പോയോ? മുക്കുറ്റി ചെവിക്കുറ്റി. ചെവിക്കുറ്റി ഞാൻ നോക്കി ഒരെണ്ണം തന്നോണ്ടല്ലോ. വായിരിക്കണ പച്ച തെറിവല്ലോ കേക്ക് നിങ്ങള്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് വർക്കോ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? എന്താ കാര്യം? എന്തുവാ? ഒന്ന് ഉളുക്കി തിരുമണം കേട്ടോ. അയ്യോ എനിക്ക് പറ്റത്തില്ല. എനിക്ക് വേറെ പണി ഉണ്ടാകും ചിലപ്പോ. ഞാൻ ഉണ്ടാകത്തില്ല. ആഹാ. എന്തോന്ന് പരിപാടി? അല്ല എനിക്കൊരു കല്യാണം ഉണ്ട്, കൂട്ടുകാരൻ്റെ ഒരു കല്യാണം ഉണ്ട്, അതിന് പോണം. കല്യാണത്തിന് പോകാതിരുന്നൂടെ? അതങ്ങനെ പോകാതിരിക്കും. അവൻ ഗൾഫിലുള്ളവനാന്നേ. അവൻ വന്നിട്ട് 4-5 ദിവസമുള്ള. അവൻ പറഞ്ഞു അവൻ്റെ മകൻ്റെ കല്യാണമാണ്, വേഗം ചെല്ലണം. ഇഷ്ടം പോലെ സാധനം ഉണ്ട്, ആ അടിക്കും. അതുകൊണ്ട് ഞാൻ ഇല്ല. അപ്പൊ അമ്പിളിയുടെ അടുത്ത് ഞാൻ ഇനി എന്തോന്ന് പറയും? അമ്പിളിയും കുമ്പിളിയും ഒക്കെ പറഞ്ഞും പോയല്ലോ. ആരാ? അമ്പിളിയുടെ അടുത്തേ അമ്പിളിക്ക് ഒരു ഉളുക്ക് ഒന്ന് തിരുമണം. ഞാൻ പറഞ്ഞു എന്റെ ചേട്ടൻ വൈദ്യനെ ഇങ്ങോട്ട് വരാൻ. ഞാൻ ഇനിയിപ്പോ എന്ത് പറയും? ഞാൻ പോലുള്ള കല്യാണത്തിന്. അല്ല കൂട്ടുകാരൻ ഗൾഫിൽ നിന്നൊക്കെ കല്യാണമാണോ വലുത്? ഒരു വൈദ്യന്റെ കടമാണ് ചികിത്സിക്കുക. കുഴപ്പമില്ല ചേട്ടൻ പോയിക്കോ. അല്ല വേണ്ട വേണ്ട, വൈദ്യശാല ഞാൻ പോകുന്നില്ലെന്നു. വിളി വിളിക്കട്ടെ. വിളി. അല്ല പിന്നെ അമ്പിളി കേറി പോന്നേരെ. അമ്പിളി ചങ്ങാതി എന്നമ്പളി നീ കണ്ണു വയ്ക്കരുതേ, മെല്ലെ കിളിയാക്കരുതേ, വെള്ളിമുകിൽ. സാറേ അതെ തൊട എല്ലാം ഒന്ന് തിരുമാനുള്ള ഒരു പെൺകുട്ടി അങ്ങ് വരും. തൊടയല്ലേ? അതിന്റെ മൂടിൽ നിൽക്കുക. ഒന്നിങ്ങി മാറിക്കും, പിന്നെ തിരുമാ. അമ്പിളി അല്ല അമ്പിളി. എന്റെ ചേട്ടാ ഇതാ അമ്പിളി, SI അമ്പിളിക്കുട്ടൻ, എന്റെ ക്ലാസ്മേറ്റ്. എന്റെയാണ് തൊടയലിന്റെ പ്രശ്നം. മനസ്സിലിപ്പോ തൊടയലില് തിരുമാൻ തോന്നുന്നുണ്ടോ? എങ്ങനെ തൊടയലില് തിരുമാൻ തോന്നുന്നുണ്ടോ മനസ്സിൽ? എനിക്കിപ്പോ എന്നെ മനസ്സിൽ തൊടല്ലേ എന്നാ എനിക്ക് അതെന്റെ അങ്ങനെ പറയുന്നത്. മൊത്തം വേദനയാ, കംപ്ലീറ്റ് വേദനയാ. കംപ്ലീറ്റ് വേദനയാണോ? ഒരു സ്ഥലത്തും ഇല്ല, എല്ലാ സ്ഥലത്തും വേദനയാ. എവിടെ തൊട്ടാലും വേദനയാണോ? എവിടെ തൊട്ടാലും വേദനയാ. ആണോ? ഇവിടെ തൊട്ടാൽ വേദനയുണ്ടോ? അവിടെ വേദനയില്ല. ഇവിടെ വേദനയുണ്ടോ? അവിടെ വേദനയില്ല. തൊട്ടെ. ഇവിടെ എല്ലാം വേദനയാ. എന്നെ ഒന്ന് തൊട്ടെ. അയ്യോ എന്റെ ഇവിടെ വേദന എടുക്കും. കാണിച്ച് വെള്ള കുഴിനകം കുത്തിയ വിരൽ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് കുത്തിയിട്ട് വേദനയാണ്. ആദ്യം ഇതൊന്ന് ചികിത്സിക്കും. ഇതാണോ പ്രശ്നം? പിന്നെ അല്ലാതെ പ്രശ്നം. അയ്യോ ഇതാണോ ഭർത്താവ്? എന്റെ പൊന്നെ, നമ്മൾ കൂടെ പഠിച്ച സമയത്ത് വേണ്ടേ അന്ന് ഇവിടെ കിടന്നു ഈ പൊട്ടൻ ചുക്കാതിന്റെ കൂടെ ഒക്കെ പോയ വല്ല പ്രയോജനം. നീ എന്നോട് അന്ന് തന്നില്ലേ എനിക്കൊരു ഇതൊക്കെ തന്നില്ലേ, മയിൽപ്പീലി തന്നില്ലേ പുസ്തകത്തിന്റെ ഇടയിൽ വെക്കാൻ? പുസ്തകത്തിന്റെ ഇടയിൽ വെക്കൂ, മാനം കാണിക്കരുത് പെറുവെന്ന് പറഞ്ഞില്ലേ? ഞാനത് ഇന്നലെയും കൂടെ തുറന്നു നോക്കി, അത് പറ്റിട്ടില്ല, സത്യമായിട്ട് പറ്റിട്ടില്ല. നീ വെറും ചറവറ വെറും അത് അവളെ തന്നെ ഇരിക്കും. ഇല്ല ഒന്നുമില്ല, ഞങ്ങള് പഠിച്ചതാണല്ലോ ഒരുമിച്ച്, ആ കാര്യമൊക്കെ പറയുന്നത്. അതെ 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 അതെ. അപ്പോഴേ വേറൊരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ. ഇവിടെ സുഖചികിത്സയുണ്ടോ? ഉണ്ടല്ലോ. ആണോ? ഞാൻ ഒരുപാടെടുത്ത് തിരക്കി ഈ സംഭവം. എന്നെ ഒന്ന് സൂപ്പിക്കണം. അയ്യേ അങ്ങനത്തെ സുഖചികിത്സയല്ല, വേറെ സുഖചികിത്സയേ ഉള്ളൂ. ഉണ്ടോ? അയ്യോ കാക്കിയൊക്കെ ഇട്ടോണ്ട് വന്നിട്ട്. ഉണ്ടോ? ശരിക്കും പോലീസുകാരനാണോ? അതെ. ആണോ? കിടക്കവിടെ. അല്ലേ അമ്പിളി
ഞാൻ കട വരെ പോയിട്ട് വരാം. പോയിട്ട് നിങ്ങൾ അടുത്ത ജന്മത്തിൽ നമുക്ക് പിന്നെന്താ പൊട്ടച്ചുക്കാതി കുഴമ്പിന്റെ മണമില്ലാതെ ശരിയാക്കി തരാം. കിടക്ക കിടക്ക. കിടക്കട്ടെ. ആ ഞാൻ കിടക്കാം. നന്നായിട്ട് കേട്ടോ. ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ആ ഒരു തൊപ്പി ഒരു വയ്ക്കേ. തൊപ്പി കിടക്കാം. ഓയ്. ഇത് അരയെ കെട്ടിക്കൊണ്ട് നന്നായി. എന്താ അരയാന്ന് മനസ്സിലാകാൻ പറ്റി. അയ്യോ. നിന്റെ കഴുത്തിൽ അങ്ങനെ കെട്ടിയെങ്കിൽ ഇവിടെ വെച്ച് പാൻറ് ഇടുന്ന ഗതികേട് വന്നു. അതെ. അയ്യോ ഇതെന്നാന്നറിയാമോ? ഇല്ല. ഇത് അമ്മയുണ്ടല്ലോ ഗുണ്ടകളുമായിട്ടുള്ള മൽപ്പിടുത്തം നടക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അമ്മ കെട്ടി തന്നായത്. ആണോ? ആ. ഞാൻ മതി വിഷുവിന് പടക്കം മേടിച്ചു വെച്ചേക്കണായി. അതല്ലാതെ സംഭവം. ഓരോരുത്തർ ഓരോ പണിയായിട്ട് വന്നേക്കണം. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടത്? ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. ആണോ? അപ്പനപ്പൂപ്പന്മാരായിട്ട് ഒരു സംഭവം ഇല്ലായിരുന്നു. ആഹാ. എനിക്കൊരു താളിയോല കിട്ടി വീട്ടിന്റെ ഡ്രങ്ക് വെട്ടിക്കായിരുന്നു. ഓഹോ ഡ്രങ്ക് വെട്ടിക്കകത്ത്. അപ്പൊ നിങ്ങൾ അത് മൊത്തം ഇരുന്ന് പഠിച്ചു? പഠിച്ചില്ല. പിന്നെ എന്റെ വീട് മുഴുവൻ പോയി കിടക്കുമല്ലോ. ആ ഓല വെച്ച് ഞാൻ അങ്ങ് മേഞ്ഞു. താളിയോല ഓല വെച്ച് അങ്ങ് മേഞ്ഞു. എന്നിട്ട് അവിടെ ഒരു വൈദ്യശാല എന്നങ്ങ് എഴുതി വെച്ചു. ആളും ബഹളമായി. ചോറ പറ ആൾക്കാരാ. ആഹാ അങ്ങനെ ഓല വെച്ച് രക്ഷപ്പെട്ടു. അത് ശരി. അപ്പൊ ഈ അറിയാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ കിടന്നുകൊണ്ട് നോക്കിയാൽ മതി, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്തു. അതെ, അങ്ങനെ രക്ഷപ്പെട്ടു. കോടീശ്വരനായി. കോടീശ്വരനായി. ഇപ്പൊ 2 ബംഗ്ലാവുണ്ട്, 2 കാറുണ്ട്, 2 പിള്ളേരുണ്ട്, 2 ഭാര്യയുണ്ട്. 2 ഭാര്യ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ മരുന്നടിക്കാനായിട്ട് നിപ്പുണ്ട്. അങ്ങനെ ഉള്ളു. അത് വേറെ നമ്മുടെ സുഹൃത്താ. അമ്പിളി 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 എസ് ഐ അമ്പിളി അമ്പിളി കുട്ടൻ അമ്പിളി എന്ന് പറഞ്ഞിട്ട് രാത്രി വരെ നിന്ന് അമ്പിളി എന്ന് പറയുള്ളൂ. അത് തുമ്മലാത്. തുമ്മലാണോ? എന്റെ പൊന്ന് വൈദ്യരെ, 10-25 വർഷമായി ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട്. ഈ ഒറ്റമൂലി കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ മടുത്ത്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി തന്നെ. ഈ ഒറ്റമൂലി പ്രകാശ് പ്രകാശ് കറക്റ്റാ. ഇത് എവിടെ വീട്? കൊച്ചി. കൊച്ചി അതൊക്കെ അറിയാം. ഒറ്റമൂലി തരുമോ എനിക്ക്? അതെ, കിടുക്കൻ ഒരു മരുന്നുണ്ടായി വന്നിട്ടുണ്ട്. ഒറ്റമൂലിയ 10,000 രൂപയാവും. 10,000 രൂപ തരാം. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റുന്നാ മതി. പ്രകാശ്. ആ അപ്പൊ വൈകുന്നേരം വന്നേരെ കേട്ടോ. പോവുക. പ്രകാശ്. 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 ആ ഉണ്ട്. സിറ്റി. സിറ്റി. ആ സിറ്റി. സിറ്റി സിറ്റി. ആ എവിടെ പോയതാ? മിക്സി. മിക്സി മേടിക്കാൻ. ഭയങ്കര വേദന. ഇത് എങ്ങനെ ചേട്ടി ഇത് അങ്ങോട്ട് ഇത് കിട്ടുന്നില്ല, ഇത് മാറുന്നില്ല. അതെന്നാന്നറിയാവോ? നമ്മുടെ കസേരക്കള്. കസേരകളിയോ? അത് ഓണത്തിന്റെ ക്ലബ്ബിൽ നടത്തുന്നതല്ലേ? കസേരകളിയോ? കസേരകളി എന്ന് പറഞ്ഞു. കസേരക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മർമ്മത്തിലിരിക്കുന്ന സാധനങ്ങളാണ്, ജോയിന്റുകൾ. കസേര. ഈ ജോയിന്റ് അകത്ത് വെള്ളം നിറയുമ്പോഴാണ് നമ്മുടെ കാലെടുക്കാൻ പറ്റാത്തത്. ഓക്കെ ഓക്കെ. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 20 പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അടിച്ചാൽ മതി. അത് ശരി. 20 പ്രാവശ്യം. 1. ആ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയും. എന്നാണവേ 20 തവണ ചെയ്യട്ടെ ഇതുപോലെ? 20 തവണ ചെയ്യട്ടെ? വേണ്ട, നിർത്തിയാര്. നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? എനിക്ക് ഈ നൂറ്റാണ്ടിലാണ് അവിടെ നിന്ന് പോകാൻ പറ്റുമോ? 2050 പോകാം കേട്ടോ. എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഭയം ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. ആണോ? ഭയം. എനിക്കില്ല. ഭയമില്ല. എനിക്ക് ഭയങ്കര ഭയം. എനിക്ക് ഇരട്ടച്ചങ്കുണ്ട്, അതുകൊണ്ട് ഭയമില്ല. ഇരട്ടച്ചങ്കുണ്ടോ? അത് ശരി. കേരളത്തിൽ ഇരട്ടച്ചങ്കുള്ള 3 പേർക്കേ ഉള്ളൂ. 3 പേര്? അതൊക്കെ ആരൊക്കെ? കേരള മുഖ്യമന്ത്രി ഒന്ന്, 1. പിന്നെ ലേലത്തിലെ ചാക്കോച്ചി 1. പിന്നെ ഞാൻ. 3 പേരേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ 4 പേർക്ക്. എനിക്ക് ഇരട്ടച്ചങ്കുണ്ട്. ഇവിടെ കണക്ക് തെറ്റുവാണല്ലോ. 4 പേരായി. 4 പേരായി. 4 പേർക്കുണ്ടോ? എനിക്ക് ഇരട്ടച്ചങ്കാണ്. അയ്യോ, അപ്പൊ 4 പേരുണ്ട് ഇരട്ടച്ചങ്ക. 4 പേര്. ആണ്ടെ ധാര വരുന്നതിനകത്ത് നേരിട്ടൊക്കെ എടുത്ത് കഴിക്കുന്നു. അത് മീൻകറിയാ. മീൻകറിയോ? അപ്പൊ ധാരയല്ലേ അത്? ധാരയോ? മീൻകറിയാന്ന് അവിടെ വെച്ചാൽ പൂച്ച എടുത്തോണ്ട് പോകും. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുകയല്ലേ. അതാണോ? അല്ലെങ്കിൽ വന്നേ
അല്ല ഇന്നലെ മീൻ മേടിച്ചിട്ടില്ല, പിന്നെ എവിടെ നിന്ന് മീൻ കറി? അയ്യോ ആ കുപ്പിക്കകത്ത് 4 മീൻ ഇരുന്നില്ലേ, ആ. അതെടുത്ത് ഞാൻ കറി വെച്ചു. ദൈവമേ, അന്യായ വില മുടക്കി ആന്ധ്രന്ന് ആസ്മയ്ക്ക് വിഴുങ്ങാൻ കൊണ്ടുവന്ന മീൻ എടുത്തവള് കറി വെച്ചു. അത് കഴുകിയെടുത്താ പോരെ? കഴുകിയെടുത്താ വഴി ഇറങ്ങി പോ. ചേട്ടാ ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്കേ ഒരുത്തി എന്റെ അടുത്തോട്ട് ഓടി വന്ന്, എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുവാണ് വരുന്നോന്ന്. ഞാൻ പറഞ്ഞു പോടാ, നിന്റെ അമ്മമ്മ വിളിച്ചോണ്ട് പോടാ. അത് കളിക്ക്. എന്നിട്ട് അവൻ എന്റെ അടുത്ത് ചോദിക്കല്ലേ ചേട്ടാ സിനിമ കാണാൻ വരണോന്ന്. അപ്പൊ നീ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിൽ സഹോദരിമാരുണ്ടാടാ, അവരെ വിളിച്ചോണ്ട് പോടാ. അത് തറവാട്. എന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കല്ലേ പിന്നെ നീ പോടി എന്ന് പറഞ്ഞ അവൻ വണ്ടി എടുത്തോണ്ട് പോയേ. അപ്പൊ ഞാൻ പറഞ്ഞു ഡാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, നിനക്കറിയാടാ ഞാൻ എവിടുത്തെ തറവാട്ടിലുള്ളതാണെന്ന്. എന്റെ ചേട്ടൻ നിനക്കറിയാടാ? എന്റെ ചേട്ടനെ ഇരട്ട ചങ്കുള്ളവനാണ്. വാടാ വാടാ. അപ്പൊ ഇപ്പൊ വരും ചേട്ടാ. വരൂ. ഈ റൗഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ നടക്കണത്തിനാണോ? അയ്യ അതല്ല. അല്ല, അതല്ല മെലിഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞു പോകും, വീഴും, തുമ്മുമ്പോ വീണു പോകണം. അതുമല്ല ചേട്ടാ. അതല്ല പിന്നെ ഏതാ? ക്ഷയരോഗം വന്ന അവനാണോ? അയ്യോ അതുമല്ല. പിന്നെ ഏതാ? കുത്തുകേസിൽ പ്രതിയായ ഗുണ്ട പിച്ചാത്തി വാസു, അവൻ തന്നെ. ഇപ്പൊ വരും ചേട്ടാ. കൊടുക്കണം ചേട്ടാ, അവന് കൊടുക്കണം. അങ്കമാലി ഹൈവേ വഴി പോയ സാധന പിടിച്ചോണ്ട് MC റോഡിലേക്ക് കൊണ്ടുവന്നിട്ട്. അതെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു പോലീസുകാരനാണ് അവിടെ നിൽക്കുന്നത്, ഞാനാ അവിടെ നിൽക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പോലീസിനകത്ത് 3-ാം മുറ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയോ? കേട്ടോ? 3-ാം മുറ കേട്ടോ? ഉണ്ട്. എങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ട്. എന്തുകൊണ്ട്? എന്താ പച്ചീർക്കല പച്ചീർക്കല നല്ല ഞാൻ പറയാം സംഭവം ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടുള്ളൂ. പോലീസുകാർ പറഞ്ഞിരുന്നില്ലേ സംഭവം? നല്ല കനമുള്ള വണ്ണമുള്ള പച്ചീർക്കലുണ്ടല്ലോ. വണ്ണമുള്ള പച്ചീർക്കലുണ്ട്. ഈ വണ്ണമുള്ള പച്ചീർക്കല് നമ്മളങ്ങ് ചീകും. ഇതങ്ങ് മിനുക്കും ഈ സാധനം. ചീകി മിനുക്കി നല്ല കൂർമനയൊക്കെ വെച്ചിട്ട് മൊനയൊക്കെ അങ്ങ് വെക്കും. മൊനയൊക്കെ നീ കേൾക്കാൻ കൊള്ളത്തില്ല. പറഞ്ഞു. ഇത് മൊനയൊക്കെ വെച്ചിട്ട് വെള്ളം ഈ എണ്ണ അങ്ങ് തിളപ്പിക്കും. എണ്ണ തിളച്ച എണ്ണയ്ക്കകത്തോടെ ഈ സാരം കിടും. ഈ വളം എന്നല്ലേ കിട്ടത്തുള്ളൂ. ഇതങ്ങ് വളക്കി വന്നിട്ട് നല്ല വളമായി കഴിയുമ്പോൾ ഇത് രണ്ടായിട്ട് പൊളന്നിട്ട് നാക്ക് പഠിക്കും. നാക്ക് പഠിച്ചിട്ട് അക്ഷരസ്ഫുടമായിട്ട് ഒരു വാക്കുപോലും തെറ്റാതെ ഇവന്റെ ചെവിയിലോട്ട് തെറി വിളിക്കും. പച്ച തെറി വിളിക്കും. അതാണ് പച്ചീർക്കൽ വെച്ചുള്ള 3-ാം മുറ. ആണോ? ആ എടി അതല്ല. ഏതാ? അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച നെഗറ്റീവ് ചിന്താഗതി ആട്ടോ നിങ്ങള്. എന്നാലും പിന്നെ ഇവിടെ വന്ന് ഗുണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ആണോ? ആ വൈദ്യരാതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേ ഞാനാ വൈദ്യർ. അതുപോലെ എന്നെ നെഞ്ചത്ത് ചവിട്ടിയിട്ടേ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുള്ളൂ. ഓക്കെ? എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ മാറ്റാൻ പോന്നൊരു മൂർച്ചയിലിരിക്കയാണ് ഞാൻ. വളർത്തിയുള്ളിൽ പണ്ടേ ഞാൻ ഇരുണ്ട തക്ഷകരെ ഉടഞ്ഞു വീഴാനൊരുങ്ങ് മരണം അടുത്തിരിപ്പുണ്ട്. ആരാ വൈദ്യൻ? ഇതാ വൈദ്യൻ. എന്നെ പിടിക്കും. ഞാനാരെന്നറിയോ? ഇല്ല. എന്റെ പേര് കേട്ടാൽ ഞെട്ടും. ഞെട്ടില്ല. വട്ടയില, പപ്പടം, കാളകിടക്കും കയറോടും, മത്തങ്ങ, അതും അടിപൊളി. മുറ്റത്തച്ചപ്പിന് അടപ്പില്ല. കിണറല്ല, കക്കൂസ്. അയ്യോ, കക്കൂസല്ല. ഞാൻ കറക്റ്റ് പറഞ്ഞല്ലോ പ്രാന്ത. എടാ, എന്നെ കളിയാക്കുന്നോ? എല്ലാത്തിനും ഞാൻ വെട്ടിക്കൊല്ലും. അറിയാവോ എന്റെ സ്വഭാവം? അറിയാവോ? ഇല്ല. ഞാൻ ചന്തയില് ഒരു കത്തി കുത്തി ഊരാതെ 8 എണ്ണത്തിനെ കുത്തി കൊന്നവനാണ് ഞാൻ. വാസു, മനസ്സിലായോ? ഇരട്ട ചങ്കലാണ് ഞാൻ. ചങ്കാണോ? ആ, അപ്പൊ നമ്മൾ 5 പേരുണ്ട്. ആ, ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ചാക്കോച്ചി, പിന്നെ ഞാന്, പിന്നെ സാറ്, ഇപ്പൊ ചേട്ടായി. എടാ, എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കരുത്. എന്താണ്? എല്ലാത്തിനും തട്ട് ഇത് മുഴുവൻ ഞാൻ എടുത്തല്ലോ. നിനക്ക് ഞാൻ ആരാന്ന് അറിയില്ല. നിനക്ക് അറിയാമോ? മയിലവരെ കൊന്നുവെച്ചേക്കാണോ നീയൊക്കെ?
നിനക്കറിയാമോ ഞാൻ കത്തി ഊരിക്കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ കാണുന്നവനെ ഞാൻ കുത്തിയിട്ട് ഇറങ്ങും. അയ്യോ അയ്യോ ആരാത്? എന്റെ വീട് നന്നാക്കാനായിട്ട് കൊണ്ടുവന്ന സാധനമായിരുന്നു. എന്റെ പൈസ കൊണ്ടവൻ പോയി. നടന്നു നടന്ന ആളല്ലേ? ആ അയ്യോ എടാ അതും ഇതും പറയണ്ട. നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ കത്തി ഊരിക്കഴിഞ്ഞാൽ ചോര കണ്ടേ ഞാൻ ഇറങ്ങും. മനസ്സിലായോ? പ്രകാശ് പ്രകാശ് അപ്പൊ എന്നെ തല്ലാൻ ആളെ കൊണ്ടുവന്നേക്കണം. പ്രകാശ് വാസു പ്രകാശ് വാസു പ്രകാശ് വാസു പ്രകാശ് ചന്തയിലിട്ട് ഒരു 8 പേരെ കൊന്ന വാസു പ്രകാശ് വാസു പ്രകാശ് വാസു പ്രകാശ് വാസു പ്രകാശ് വാസു പ്രകാശ് എടാ വാസു നിനക്ക് പേടി പേടി ഇങ്ങടാ മിണ്ടടാ മിണ്ടരുത് വാടാ. ഇനി പുറത്തേക്ക് വരരുത്. ഇനി പുറത്തേക്ക് വന്നാൽ നിന്ന് ഞാൻ കൊല്ലും. പോട്ടെ 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 മിണ്ടരുത്. ഒറ്റെണ്ണം പുറത്തേക്ക് വിടരുത്. പോട്ടെ 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 വിട്ടുപോ. ഓടാ വിട്ട് വിടരുത്. ഇങ്ങനൊരാൾ വന്നേക്കുമ്പോ അവന്റെ ആളെ വിളിച്ച് തല്ലിക്കാൻ വിളിച്ചാണല്ലേ? പേടിപ്പിച്ചതല്ലത്. പേടിപ്പിച്ചല്ല. പിന്നെ നിങ്ങൾ നിർത്താൻ പറഞ്ഞല്ലേ തുമ്മത്? അത് 750 തുമ്മലുണ്ടായിരുന്നു. അത് നിർത്തി വെച്ച് ഇട്ടിട്ട് പോയത് അവരിപ്പോ. ബാക്കിയുള്ള തുമ്മല് വന്നതാണോ? അപ്പൊ പേടിയുണ്ടല്ലേ? മനുഷ്യനെ പേടിയുണ്ട്. പേടിയൊന്നും ഇല്ല. പേടി ഇല്ലാതില്ല. എന്റെ പേടിയില്ല ഇല്ല. ഞാനാരാന്ന് മനസ്സിലായോ? നീ ആരാ? ഞാനാണ് ഈ സ്റ്റേഷനിലെ ഒരച്ഛനോട് ഒരു മനുഷ്യൻ വേണ്ട. ഇനി ഞാൻ ഒന്നും നോക്കല്ല. ഞാൻ കത്തി എടുത്തു കഴിഞ്ഞാൽ ചോര കണ്ടേ അടങ്ങൂ. പേടിയില്ലേ? പേടിയില്ല. പേടിയില്ലേ? എന്തിനു പേടിക്കണം? പേടിയില്ലല്ലേ? പേടിയില്ല. ഞാൻ കാണിച്ചു തരാടാ. ഞാൻ കറക്റ്റാ. കത്തി എടുത്ത ചോര കാണുന്നുള്ള കാര്യം ഉറപ്പായി. ഉറപ്പായി. എന്ത് വെച്ചതാ? മോനെ അകത്തേക്ക് ഇരുന്നേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു കത്തി എടുത്തു കഴിഞ്ഞാൽ ചോര കാണാൻ. സാരയില്ല, ഇവിടെ ഇരിക്കുക. ഏതായാലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഒരു മരുന്നുണ്ട്, ഞാൻ വെച്ച് കെട്ടി തരാം. മതി കേട്ടോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീയിപ്പോ ഇവിടെ നിക്ക. ഇല്ല പേടിക്കണ്ട. പുള്ളി ഇപ്പൊ ഗുണ്ടായിസം നിർത്തി. വാ ഗുണ്ടായിസം നിർത്തിന്ന് ഇല്ലെന്ന്. തുമ്മൽ മാറുന്നില്ല. ഇതെന്താ 25 വർഷമായിട്ട് ഇവിടെ ചികിത്സ ചെയ്യുന്ന നിങ്ങളെ വരട്ടാൻ വന്നതല്ല. തുമ്മലിന്റെ പ്രശ്നമാണ്. 25 വർഷമായിട്ട് ഇവിടെ ചികിത്സ നടന്നോണ്ട് മരുന്ന് കിട്ടും. കിട്ടില്ലല്ലോ. മരുന്ന് കൊടുക്കും. അപ്പൊ ഇയാളെ വെച്ചായിരിക്കും ഈ പുള്ളി ഇയാളെ വെച്ചാ കോടീശ്വരനായേക്കുന്നത്. നിക്ക് 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 നിക്കട്ടെ നിക്കട്ടെ. അങ്ങനെ നിക്കട്ടെ. അങ്ങനെ ഇനി തുമ്മരുത്. തുമ്മരുത്. കത്തിയെടുക്കും ഞാൻ. തുമ്മരുത്. വിടല്ലേ വിടല്ലേ. തുമ്മിക്ക്. തുമ്മല് മാറി. തുമ്മല് മാറി. തുമ്മല് മാറി. തുമ്മല് മാറി. തുമ്മല് വൈദ്യരേ തുമ്മല് മാറി. ഇന്ന് എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായേക്കുവാ. ഇല്ല. എന്നാ? ഇത്ര നാളെ ഒറ്റമൂലി കൊടുത്തിട്ട് ഇവന്റെ തുമ്മല് മാറിയില്ലല്ലോ. ഇല്ല. ഇത് ഒറ്റമൂലിയുടെ വിഷയമല്ലായിരുന്നു. പിന്നെ ഒരൊറ്റ രോമത്തിന്റെ വിഷയമായിരുന്നു. ഈ രോമം വൈപ്പിൾ കാണിക്കാൻ പോലെ മൂക്കിലിരുന്ന് ആടുമ്പോഴേ അവന് തുമ്മാൻ പറഞ്ഞായിരുന്നേ. ആ സാധനം ഞാൻ കട്ട് ചെയ്ത് വെള്ളയെ കളഞ്ഞു. അവന്റെ തുമ്മല് മാറി. എടാ മഹാഭാവി, ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഉണ്ടാക്കിയതേ ഇവന്റെ ഒറ്റ രോമം കൊണ്ടാ. അത് മാത്രമല്ല, നിനക്കറിയാവോ 50 ഏക്കർ റബ്ബർ തോട്ടം, ഒരു പുതിയൊരു വീട്, ഇതിനൊക്കെ അഡ്വാൻസ് കൊടുത്ത് ഇവന്റെ മൂക്കിലെ രോമം കണ്ടോണ്ടാ. നീ അത് നശിപ്പിച്ച് കളഞ്ഞോ. അങ്ങനെ ഒരു അടിപൊളി വൈദ്യശാലയൊക്കെ കണ്ട് അവിടുത്തെ ചില കലാപരിപാടികളൊക്കെ കണ്ട് തകർത്തു അല്ലേ? പൊളിച്ച്.
അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു രസകൻ സ്കിറ്റ്. എല്ലാവരും അവരവരുടെ റോള് അടിപൊളിയാക്കി. എന്ത് പറയണു ഉല്ലാസേട്ടാ? ഗംഭീരമായിരുന്നു, ഗംഭീര സ്കിറ്റായിരുന്നു. തുടക്കത്തിൽ നമ്മുടെ നിതയാണ് നമ്മുടെ ഏഴുമല പൂച്ചോല എന്ന് പറയുന്ന സ്ഫടികത്തിലെ പാട്ട്. ആ സീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ്. പക്ഷെ അങ്ങനെ തളർന്നു കിടക്കാന്ന് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ 1-2 സ്കിറ്റ് കൗണ്ടറുകൾ രജിസ്റ്റർ അത് പോയിട്ടുണ്ട്. അത് സ്ലിപ്പായിപ്പോയി. അതിങ്ങനെ വന്ന് ആദ്യം കുറച്ച് ഭാഗത്ത് ഇച്ചിരി ഡൗൺ ആയെങ്കിലും സുമേഷിന്റെ വരവോട് കൂടി പിന്നെയും കൊഴുത്തുരംഗം അടിപൊളി ചിരിച്ച്. പ്രകാശാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് അതിമനോഹരമായിട്ട് രതീഷ് വൈദ്യത്തിലെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് സൂപ്പറായിരുന്നു. ആദ്യമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ആർട്ട് ഫസ്റ്റ് ഒരു കൈയടി സെറ്റ് അടിപൊളിയായിരുന്നു അല്ലേ? കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭയങ്കരമായിട്ട് ആയുർവേദ വൈദ്യശാലയാണ്. ആ സെറ്റ് പോലെ തന്നെ ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഭയങ്കര സംഭവം. ഈ അനീഷ് ബാൽ അളിയൻ്റെ അനീഷ് ബാലിൻ്റെ കൂട്ടുള്ള എത്ര SIമാരെ കണ്ടിട്ടുണ്ട് അല്ലേ? അമ്പിളിക്കുട്ടന്മാരെയാണോ? അല്ല, ഓരോ സ്റ്റേഷനിലാണെങ്കിലും ഓരോ നമ്മളെ എവിടെയെങ്കിലും മറ്റേ ഉത്സവപ്പറമ്പിലാണെങ്കിലും ഇതേപോലത്തെ കുറേ SIമാരും പോലീസുകാരുണ്ടാവും അല്ലേ? പിന്നെ വൈദ്യന്മാർ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. അവർക്കൊരു പ്രത്യേക രൂപമാണ് ആ വൈദ്യന്മാർക്ക്. അതുപോലെ തന്നെ അതുപോലെ ഗുണ്ടയാണെങ്കിൽ മുഖത്ത് വെട്ടില്ലാത്ത ഒരു ഗുണ്ട ഇത് കേരളത്തിൽ എടുക്കാനില്ല. സുമേഷൊക്കെ വന്നിട്ട് തകർത്ത് പൊളിച്ചു. പിന്നെ പ്രകാശ് തകർത്തു. പ്രകാശ് ആ ക്യാരക്ടറിന് പറ്റിയ സൈസാ. ആസ്മ രോഗികൾക്ക് തുമ്മൽ രോഗികളൊക്കെ ഇങ്ങനെ വണ്ണം കുറഞ്ഞായിരിക്കുള്ളൂ അല്ലേ? അല്ല, തുമ്മൽ വരുമ്പോ മുഖഭാവം ഗംഭീരായിപ്പോയി. പിന്നെ 2 ഭാര്യമാര്, ഒന്ന് ഇടിക്കാനും ഒന്ന് ഇടി കൊള്ളാനും ഉള്ള ഭാര്യ. മരുന്ന് പറിച്ചുകൊണ്ട് വരാനൊരു ഭാര്യ, അത് കണ്ടിട്ട് ഇടിക്കാൻ വേറൊരു ഭാര്യ. അതങ്ങനെയുള്ളതല്ലേ? അപ്പം ഓവറോൾ സൂപ്പർ ഒരു സ്കിറ്റായിരുന്നു. നന്നായി, വെരി ഗുഡ്. വെരി ഗുഡ് ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, ഇവർക്ക് ഇന്നത്തെ പെർഫോമൻസിന് നമ്മൾ എത്ര സ്റ്റാർസ് കൊടുക്കും? യെസ്, നമ്മുടെ ഓഡിയൻസ് ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് 4 സ്റ്റാർസ് ആണ് തരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് 4 സ്റ്റാർസ് കിട്ടുന്നു. ഒപ്പം പറക്കാട് ജ്വൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും സ്വാഗതം ചെയ്യാണ്. ബിനു ചേട്ടൻ, ഉല്ലാസ് ചേട്ടൻ.